സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കള്ളപ്പണക്കേസിൽ പ്രതി സ്വപ്ന സുരേഷ് ഇന്നും എറണാകുളം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ രഹസ്യമൊഴി നൽകും. വധഭീഷണി ഉള്ളതിനാൽ മൊഴിയെടുക്കണമെന്ന സ്വപ്നയുടെ അപേക്ഷ കോടതി അംഗീകരിച്ചിരുന്നു. രഹസ്യമൊഴിക്ക് ശേഷം മാധ്യമങ്ങളെ കണ്ട് കൂടുതൽ വെളിപ്പെടുത്തൽ നടത്തുമെന്നാണ് സ്വപ്ന വ്യക്തമാക്കിയിരിക്കുന്നത്. വിവരങ്ങളുമായി സനോജ് സുരേന്ദ്രനും വി വിനോദും ചേരുകയാണ്. ആദ്യം സനോജിലേക്ക്. സനോജ്, ഇന്നലെ മൊഴി നൽകിയിരുന്നു, അതിന്റെ തുടർച്ചയായാണ് ഇന്നും മൊഴി നൽകൽ. അതിനുശേഷം മാധ്യമങ്ങളോട് ചില കാര്യങ്ങൾ പറയുമെന്നാണ് സ്വപ്ന സുരേഷ് പറഞ്ഞിരുന്നത്. കോടതിയിൽ പറയുന്ന കാര്യങ്ങൾ തന്നെ മാധ്യമങ്ങളോടും ആവർത്തിക്കുമോ സ്വപ്ന? എന്തൊക്കെയാണ് വിവരങ്ങൾ? ഈ സ്വർണ്ണക്കടത്തിലെ കള്ളപ്പണക്കേസിൽ തെളിവ് നശിപ്പിക്കൽ, ഗൂഢാലോചന തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയിലാണ് തന്റെ ജീവന് ഭീഷണിയുണ്ട് എന്നും അതുകൊണ്ട് തന്റെ രഹസ്യമൊഴി രേഖപ്പെടുത്തണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് സ്വപ്ന സുരേഷ് എറണാകുളം ജില്ലാ കോടതിയെ സമീപിച്ചത്. സ്വപ്നയുടെ ഈ ആവശ്യം കോടതി അംഗീകരിക്കുകയായിരുന്നു. ഇതിനെ തുടർന്ന് തൃക്കാക്കര തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മൊഴിയെടുക്കാൻ വേണ്ടിയുള്ള ചില നീക്കങ്ങൾ നടത്തിയിരുന്നു. എന്നാൽ രാഷ്ട്രീയപരമായ വിവാദത്തിന് അത് വഴിവെക്കുമെന്നതിനെ തുടർന്ന് മൊഴിയെടുക്കൽ തെരഞ്ഞെടുപ്പിന് ശേഷം മാറ്റിവെക്കുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ സ്വപ്ന സുരേഷ് രഹസ്യമൊഴി കൊടുക്കാൻ വേണ്ടി എറണാകുളം ജില്ലാ കോടതിയിലെത്തിയത്. ഇന്നലെ സ്വപ്ന കുറെ കാര്യങ്ങൾ രഹസ്യമൊഴിയായി നൽകിയിട്ടുണ്ട്. ഇതിനുശേഷം പുറത്തിറങ്ങിയപ്പോഴാണ് മാധ്യമപ്രവർത്തകരോട് തന്റെ ജീവന് ഭീഷണി ഉണ്ടെന്നും പലതരത്തിലുള്ള ഭീഷണികളാണ് ഉയർന്നു വരുന്നതെന്നും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുമെന്നും അത് ഇന്ന് വിശദമായി മാധ്യമങ്ങളോട് വ്യക്തമാക്കുമെന്നും സ്വപ്ന സുരേഷ് പറഞ്ഞിട്ടുള്ളത്. നേരത്തെ കസ്റ്റഡിയിലിരിക്കെ മുഖ്യമന്ത്രിയുടെ പേര് പറയാൻ എൻഫോഴ്സ്മെന്റ് നിർബന്ധിച്ചുവെന്ന ശബ്ദരേഖയ്ക്ക് പിന്നിൽ എം ശിവശങ്കർ നടത്തിയ ഗൂഢാലോചനയാണ് എന്ന് സ്വപ്ന സുരേഷ് വ്യക്തമാക്കിയിരുന്നു. പ്രത്യേകിച്ച് ന്യൂസ് 18 നൽകിയ അഭിമുഖത്തിലായിരുന്നു സ്വപ്ന സുരേഷ് ഈ കാര്യങ്ങൾ തുറന്നു പറഞ്ഞത്. എന്നാൽ അന്ന് കേരള രാഷ്ട്രീയത്തിൽ ഏറെ കോളിളക്കം സൃഷ്ടിച്ച ഒരു കാര്യമായിരുന്നിട്ട് കൂടിയും മുഖ്യമന്ത്രിമാരെയോ മന്ത്രിമാരുടെയോ പേര് പരാമർശിക്കാൻ അന്ന് സ്വപ്ന സുരേഷ് തയ്യാറായിരുന്നില്ല. ശിവശങ്കറിനെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരു പ്രതികരണങ്ങളാണ് സ്വപ്നയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. എന്നാൽ പുതിയ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് ചില ഏജൻസികളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ജോലിയിലാണ് ഇപ്പോൾ സ്വപ്ന സുരേഷ് ഉള്ളത്. അവരുടെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളൊക്കെ വലിയ തോതിൽ കഴിഞ്ഞ ഏതാനും നാൾ മുമ്പ് സജീവമാവുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് സ്വപ്ന സുരേഷിന് ഇപ്പോൾ ചില കാര്യങ്ങൾ കൂടി പറയാനുണ്ട് എന്ന് വ്യക്തമാക്കിയിട്ടുള്ളത്. അവർ ഈ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുതിയ വെളിപ്പെടുത്തലുകൾ എന്തെങ്കിലും ഉണ്ടാകുമോ, മന്ത്രിമാരെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ടുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളതും ഏറെ ശ്രദ്ധേയമായ കാര്യമാണ്. രേണുക തുടരുക. സനോജ്, ഇപ്പോൾ വി വിനോദ് കൂടി നമുക്കൊപ്പം ചേരുന്നു. വിനോദ്, ജയിൽ മോചിതയായ ശേഷം സ്വപ്ന സുരേഷ് തനിക്കുണ്ടായ അനുഭവിച്ച കാര്യങ്ങൾ, എന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ചൊക്കെ ആദ്യം വിശദമായി സംസാരിച്ചത് ന്യൂസ് 18നോടാണ്. താങ്കളാണ് ആ അഭിമുഖം എടുത്തത്. ഇപ്പോൾ കൂടുതൽ കാര്യങ്ങൾ സ്വപ്ന സുരേഷ് മാധ്യമങ്ങളോട് പറയും എന്ന് പറഞ്ഞിരിക്കുന്നു. നമ്മളോട് അന്ന് പറഞ്ഞതിൽ കൂടുതൽ എന്തൊക്കെ സ്വപ്നയ്ക്ക് പറയാനുണ്ട് എന്നാണ് കരുതുന്നത്? വലിയ കോളിളക്കം സൃഷ്ടിക്കുന്ന കാര്യങ്ങൾ സ്വപ്നയുടെ വായിൽ നിന്നും ഉണ്ടാകും എന്നാണോ പ്രതീക്ഷിക്കുന്നത്? രേണുക, സ്വപ്ന ജയിൽ മോചിതയായ ശേഷം നമുക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങളിൽ ഏറെയും ശിവശങ്കറിനെതിരെയുള്ള പരാമർശങ്ങളായിരുന്നു. അല്ലെങ്കിൽ ശിവശങ്കർ ആ പുസ്തകം എഴുതിയതിനു ശേഷം, അദ്ദേഹത്തിന്റെ പുസ്തകം പുറത്തു വന്ന ശേഷം അതിന്റെ ഒരു പ്രതികരണം, സ്വപ്ന വഞ്ചിച്ചു, സ്വപ്നയുടെ ഭാഗത്തു നിന്നുണ്ടായ നടപടി ഒരു ചതി ആയിരുന്നു എന്നൊക്കെയുള്ള പരാമർശങ്ങൾ ഉണ്ടായിരുന്നു. സ്വാഭാവികമായും കഴിഞ്ഞ 3-4 വർഷമായി ശിവശങ്കർ ആണ് തന്നെ നിയന്ത്രിച്ചിരുന്നത്, അല്ലെങ്കിൽ തന്റെ കുടുംബത്തിന്റെ എല്ലാമായിരുന്നത് ശിവശങ്കർ ആയിരുന്നു എന്ന് പറയാനാണ് ആ അഭിമുഖത്തിൽ പൂർണ്ണമായും സ്വപ്ന ശ്രമിച്ചത്. അതിൽ ശബ്ദരേഖയുടെ കാര്യമാകട്ടെ, കേരളം വിട്ട സംഭവമാകട്ടെ, IT വകുപ്പിന് കീഴിൽ ജോലി ലഭിച്ച സാഹചര്യം, അതിനുള്ള രേഖകൾ ഉണ്ടാക്കി നൽകിയത് ശിവശങ്കറാണ്. ഇത്തരത്തിൽ UAE കോൺസുലേറ്റിൽ നിന്ന് തന്നെ മാറ്റി IT വകുപ്പിലേക്ക് കൊണ്ടുവന്നത് തന്നെ ശിവശങ്കറാണ്. UAE കോൺസുലേറ്റുമായി കേന്ദ്രീകരിച്ച് ചില കുഴപ്പങ്ങളുണ്ട്, അതുകൊണ്ട് സ്വപ്ന ഇനി അവിടെ നിൽക്കണ്ട, IT വകുപ്പിന് കീഴിലേക്ക് വന്നോളൂ എന്ന് പറഞ്ഞ് വിദ്യാഭ്യാസ യോഗ്യത തനിക്കില്ല, പിന്നെ ഇത്രയും ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യത ഉള്ള ആൾ ചെയ്യേണ്ട ജോലി എങ്ങനെ ഒരു സ്ത്രീയായ തനിക്ക്, അല്ലെങ്കിൽ കേരളത്തിൽ കൂടുതൽ കാലം ഇല്ലാതിരുന്ന തനിക്ക് എങ്ങനെ അങ്ങനെ ഒരു തൊഴിൽ ലഭിച്ചു, അത് ശിവശങ്കർ നേടിത്തന്നതാണ്. ഈ തരത്തിൽ ശിവശങ്കറിനെതിരെയുള്ള വാക്കുകളായിരുന്നു. മാത്രവുമല്ല, VRS എടുത്ത ശേഷം വിദേശത്ത് താമസമാകാം എന്ന് ശിവശങ്കർ ഉറപ്പു നൽകുന്നു. ലോക്കർ എടുത്തത് ശിവശങ്കറിന്റെ നിർദ്ദേശപ്രകാരമാണ്. അഭിഭാഷകനെ പരിചയപ്പെടുത്തിയത് ശിവശങ്കറാണ്. തുടങ്ങി മുഴുവൻ കാര്യങ്ങളും ശിവശങ്കർ പറഞ്ഞിട്ടാണ് താൻ ചെയ്തത്, അല്ലെങ്കിൽ ശിവശങ്കറിന്റെ നീക്കങ്ങൾ അനുസരിച്ചായിരുന്നു താൻ പ്രവർത്തിച്ചത് എന്ന കാര്യമാണ്
സ്വപ്ന പറഞ്ഞത്. സ്വർണ്ണക്കടത്തിനെ കുറിച്ച് അറിയാമെന്നോ അറിയില്ലെന്നോ ഉള്ള കാര്യം സ്വപ്ന പറഞ്ഞില്ല. അതോടൊപ്പം തന്നെ ഈ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ പ്രത്യേകിച്ച് ശ്രീരാമകൃഷ്ണന്റെ പേര് ഉൾപ്പെടെയൊക്കെ ഉയർന്നു വന്നിരുന്നു. അത് ശ്രീരാമകൃഷ്ണന് അറിയില്ല എന്നാണ് ആദ്യ അഭിമുഖത്തിൽ പറഞ്ഞത്. ഏതായിരുന്നാലും സ്വപ്ന ഇനി എന്ത് പറയുന്നു എന്നത് ഏറെ പ്രസക്തമാണ്. കാരണം ആ ഇന്റർവ്യൂവിൽ നമ്മളുടെ ചോദ്യത്തിന് കൃത്യമായി മറുപടി പറയുക, ആ പുസ്തകം കേന്ദ്രീകരിച്ച് മാത്രമേ ചോദ്യങ്ങൾ ഉണ്ടാകൂ എന്ന് സ്വപ്ന നിർബന്ധം പിടിച്ചിരുന്നു. പക്ഷെ നമ്മൾ കുറച്ചുകൂടി കടന്ന് ചോദിക്കുകയായിരുന്നു. ആ ഇന്റർവ്യൂ നീണ്ടുപോയപ്പോൾ കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുകയും സ്വാഭാവികമായി ചില മറുപടികൾ അവർ പറയുകയുമായിരുന്നു. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, സ്വപ്ന പറയേണ്ടത് ചോദ്യത്തിന് മറുപടി നൽകി എന്നതിനപ്പുറം ഒരുപാട് കാര്യങ്ങൾ ഒരുപക്ഷെ ഇനിയും സ്വപ്നയ്ക്ക് അറിയാമായിരിക്കാം. അതാണോ സ്വപ്ന ഇനി പറയാൻ പോകുന്നത്? അന്ന് ശിവശങ്കറിന്റെ പുസ്തകം, അതിൽ വസ്തുതയ്ക്ക് നിരക്കാത്ത കുറെ കാര്യങ്ങൾ പറഞ്ഞു, മറ്റൊരാളെ കുറ്റപ്പെടുത്തി രക്ഷപ്പെടാനുള്ള ശ്രമം നടക്കുന്നു, അതുകൊണ്ട് തനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു എന്നതായിരുന്നു സ്വപ്ന പറഞ്ഞത്. വിനോദ് സൂചിപ്പിച്ചതുപോലെ അതിൽ മാത്രം ഒതുങ്ങി നിന്ന് സംസാരിക്കാൻ സ്വപ്ന ശ്രദ്ധിക്കുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ സ്വപ്ന തന്നെയാണ് പറയുന്നത് തനിക്ക് കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ട്, അത് മാധ്യമങ്ങളെ അറിയിക്കും, തൻ്റെ ജീവന് ഭീഷണിയുണ്ട് എന്നത്. അപ്പോൾ ശിവശങ്കറിന് പുറമെ ഈ സംഭവത്തിൽ, ഈ വിഷയത്തിൽ ഉൾപ്പെട്ട കാര്യങ്ങളിലേക്ക് കൂടി സ്വപ്ന കടന്നേക്കും എന്നാണോ? രേണുക, ഈ കേസിന്റെ ഒരു മെറിറ്റ് പരിശോധിച്ചാൽ തന്നെ ഈ കേസിന്റെ അന്വേഷണം എവിടെ എത്തും എന്ന കാര്യത്തിൽ നിയമ വിദഗ്ധർക്കൊക്കെയും സംശയമുണ്ട്. കാരണം ഈ കോൺസുലേറ്റ് കേന്ദ്രീകരിച്ചുള്ള അറ്റാഷയും അവിടെയുള്ള ഉദ്യോഗസ്ഥർ, 2 ഉദ്യോഗസ്ഥരാണ്. ഈ 2 ഉദ്യോഗസ്ഥരും പ്രധാനപ്പെട്ട കോൺസുൽ ജനറലും അറ്റാഷയും, ഈ 2 പേരും രാജ്യം വിട്ടുപോയി. അതായത് ഈ അവർക്ക് വന്ന ലഗേജുകൾ, ബാഗേജുകൾ ആ ഓഫീസിലേക്ക് വരികയും അവരാണ് ആ ബാഗേജുകൾ കൈകാര്യം ചെയ്തിരുന്നത്. സ്വാഭാവികമായും അങ്ങനെ 32 തവണ സ്വർണം വന്നിട്ടുണ്ടെങ്കിൽ ഇത് അവർ കൈകാര്യം ചെയ്തത് ആർക്ക് വേണ്ടി, അല്ലെങ്കിൽ കസ്റ്റംസ് പറയുന്നത് പോലെ നിരവധി തവണ ഈ സ്വർണം ആ ഓഫീസിലേക്ക് എത്തിയെങ്കിൽ ഇവർ അത് ആർക്ക് നൽകി എന്നതൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. സ്വാഭാവികമായും ഈ 2 പേരെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് വേണ്ടതും. പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ, ഈ 2 പേരും ഇപ്പോൾ രാജ്യത്തില്ല. ഇത് BJPയും സംസ്ഥാന സർക്കാരും പരസ്പരം പഴിചാരുന്ന ഒരു കാര്യമായിരുന്നു. ആരാണ് ഇവരെ രാജ്യം വിടാൻ സഹായിച്ചത് എന്ന തരത്തിലുള്ള വലിയ തർക്കമുണ്ടായ സംഭവമാണ്. കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും പരസ്പരം പഴിചാരിയ ഒരു സംഭവമാണ്. പക്ഷേ ഇതുവരെയും അതിൽ ആരുടെ കുറ്റമാണെന്ന് സമർത്ഥിക്കാനോ അല്ലെങ്കിൽ അത് കണ്ടെത്താനോ അത് ആരെങ്കിലും കുറ്റമേൽക്കാനോ ഒന്നും തയ്യാറായിട്ടില്ല. ഈ കേസിന്റെ അന്വേഷണം തന്നെ ഏറ്റവും പ്രതിസന്ധിയിലായത് ഈ 2 പേർ രാജ്യം വിട്ടതോടുകൂടിയാണ്. ഇനിയുള്ളത് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇവിടെയുള്ള പ്രതികളാണ്. ഇവർ സ്വാഭാവികമായും ഈ സ്വർണം, ആ ഓഫീസിൽ വന്ന സ്വർണം എവിടേക്ക് പോയി എന്നതിന് കൃത്യമായ ഒരു മറുപടി ഇവരിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ അന്വേഷണ ഏജൻസികൾക്ക് അതിൽ പ്രത്യേകിച്ച് യാതൊന്നും ചെയ്യാൻ കഴിയുകയുമില്ല എന്ന കാര്യം ഉറപ്പാണ്. മറ്റൊന്ന് ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ടാണ്. അത് UAE സർക്കാരിന്റെ സഹായം 700 കോടിയുടെ വാഗ്ദാനം ഉണ്ടായിരുന്നു, കേരള പുനർനിർമ്മാണത്തിന് വേണ്ടിയുള്ള വാഗ്ദാനം. അത് കേന്ദ്ര സർക്കാർ തടയിട്ടു. കേന്ദ്ര അനുമതികളോടുകൂടി മാത്രമേ വിദേശ സഹായം സ്വീകരിക്കാൻ കഴിയൂ എന്ന ഒരു വാശി അല്ലെങ്കിൽ നിബന്ധന കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. പിന്നീടാണ് റെഡ് ക്രോസ് വഴി ഈ സഹായം ഇവിടേക്ക് എത്താനുള്ള നടപടികൾ ഉണ്ടാകുന്നത്. സ്വാഭാവികമായും UAE-യിൽ നിന്നുള്ള സഹായം ഒരു സന്നദ്ധ സംഘടന വഴി വരുന്നു. അവിടെ ഈ നിർമ്മാണ കരാർ എടുത്ത കമ്പനി, ആ കമ്പനി തിരഞ്ഞെടുത്തത് ശിവശങ്കർ ആണെന്നാണ് സ്വപ്നയുടെ ആരോപണം. അവിടെ കമ്മീഷൻ ഉണ്ടായിരുന്നു, 6 കോടി രൂപയുടെ കമ്മീഷൻ ഇടപാടുമായി ബന്ധപ്പെട്ട് നടന്നു തുടങ്ങി നിരവധി ആരോപണങ്ങൾ ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ടും സ്വപ്ന ഉന്നയിച്ചിരുന്നു. അതിൽ മറ്റാർക്കെങ്കിലും കൂടുതൽ പങ്കുണ്ടോ, അല്ലെങ്കിൽ ശിവശങ്കറിന്റെ തന്നെ മറ്റേതെങ്കിലും ആരോപണം, അല്ലെങ്കിൽ ശിവശങ്കറിനെതിരെയുള്ള കൂടുതൽ എന്തെങ്കിലും വെളിപ്പെടുത്തലാണോ സ്വപ്ന നടത്താൻ പോകുന്നത് തുടങ്ങി ഒരുപാട് ചോദ്യങ്ങളുണ്ട്. വിവിധ ഏജൻസികളാണ് ഇപ്പോൾ ഈ കേസ് അന്വേഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ നേരത്തെ ഒരു രഹസ്യമൊഴി സ്വപ്ന നൽകിയിരുന്നതാണ്. ഇന്ന് വീണ്ടും മറ്റൊരു കോടതിയിൽ, ജില്ലാ കോടതിയിൽ ഈ രഹസ്യമൊഴി നൽകുന്നു. അതിനുശേഷം കാര്യങ്ങൾ വിശദമായി പറയാം, പ്രതികരിക്കാം എന്നൊരു കാര്യമാണ് സ്വപ്ന പറയുന്നത്. ഏതായിരുന്നാലും സ്വപ്ന നേരത്തെ അഭിമുഖങ്ങളിൽ പറയാത്ത കാര്യം പറയുമോ, അതിൽ വേറെ കൂടുതൽ പേരുകൾ തീർച്ചയായും അതാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. എന്തായാലും സ്വപ്ന രഹസ്യമൊഴി ഇന്നലെ നൽകി, അതിന് ശേഷമുള്ള നടപടികൾ ഇന്ന് നടക്കും. അതിനുശേഷമായിരിക്കും മാധ്യമങ്ങളെ കാണുകയും കൂടുതൽ കാര്യങ്ങൾ പറയുകയും ചെയ്യുക. സനോജ് സുരേന്ദ്രനും വി വിനോദുമാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.